reported Barcelona fans gonna hate me now, but Real Madrid. I couldn't say that in the press conference. They told me like, never say that. Yeah. Because otherwise we can't play you. Yeah. Because 2 years before I had an interview when I played in Las Palmas, and they asked me who's the best player in the world. I said this was Ronaldo, and then they asked me your favorite club, and I said Real Madrid. Wow. So they grabbed. And nobody brought that up. No, they did. The first question was, "Who's your favorite club?" I said Barcelona. Yeah. And they said, "Who's the best player in the world?" They said Messi. Yeah. ബാർസലോണയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് പറയാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് മെസ്സി റൊണാൾഡോ ഇസ് ബെസ്റ്റ് പ്ലെയർ എന്നുള്ള ട്രൂത്ത് അയാൾക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ റൊണാൾഡോ അല്ലെങ്കിൽ അയാളുടെ ഫേവറേറ്റ് ക്ലബ്ബ്, ബെസ്റ്റ് ക്ലബ്ബ് എന്നല്ല, ഫേവറേറ്റ് ക്ലബ്ബ് റയൽ മാഡ്രിഡ് ആണെന്ന് പോലും പറയാൻ പറ്റില്ല അയാൾക്ക്. ആ ഒരു അത്രയും പ്രഷറാണ് ഇവർക്കുള്ളത്, ഇത് ഈ പ്ലേയേഴ്സിനുള്ളത്. അത് ശരിയാണ്. അങ്ങനെയുള്ള പ്രഷർ ചിലപ്പോ റയൽ മാഡ്രിഡിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോ മാഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ യുണൈറ്റഡും റൈവൽസ് ആണല്ലോ, അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ ക്ലബുകളിലും ഇതേപോലെ പ്രഷർ കൊടുക്കുന്നുണ്ടാവും പ്ലേയേഴ്സിന്. ഈ ഒരു സംഭവം ഇപ്പൊ ഈ പ്ലെയർ റിവീൽ ചെയ്ത കാര്യം എന്തായാലും ഈ സംഭവം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്, ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോ വ്യക്തിക്ക് അയാളുടെ ഇഷ്ട ക്ലബും ഇഷ്ട പ്ലെയർ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. സോ ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ബാഴ്സലോണ ചെയ്തിട്ടുള്ളത്. അടുത്ത മെസ്സിയുടെ ഒരു തീരുമാനം, അതായത് മെസ്സിക്ക് 2 ഓപ്ഷൻസ് ആണ് ആ ഒരു ടൈമിൽ, അതായത് മെസ്സി ട്രാൻസ്ഫർ വിൻഡോയിൽ വന്ന സമയത്ത് മെസ്സിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ മെസ്സിക്ക് എന്ത് ചെയ്യുക, ഒന്ന് അൽ ഹിലാലിലേക്ക് പോവുക, അവിടെ വലിയൊരു പൈസയുടെ ഒരു സംഭവം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്തിലേക്ക് പോവുക, MLS-ലേക്ക് പോവുക. MLS എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് അതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള കുറെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഫാൻസുകാർ പറയണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ഫാൻസുകാരുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് മെസ്സി ഇവിടെ എന്താണ് പറയാ, ഈ MLS ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർ മിയാമി ചൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ മെസ്സി പൈസ കണ്ടിട്ടല്ല, മെസ്സിക്ക് പൈസ അല്ല വേണ്ടിയത്. മെസ്സിക്ക് എന്ന് പറഞ്ഞാൽ ലോയൽറ്റി ആണ്. അല്ലെങ്കിൽ മെസ്സി സെർജിയോ ബുസ്കറ്റ്സ് അല്ലെ അതുപോലത്തെ പ്ലേയേഴ്സിനെ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. നേരെ മറിച്ച് മെസ്സിക്ക് പൈസ അല്ല വേണ്ടിയത്. പക്ഷെ നമ്മൾ ആലോചിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഈ സൗദിനെക്കാട്ടിയും കൂടുതൽ പൈസ ഓഫർ ചെയ്ത ആരാണ്? ഇന്റർ മിയാമിക്കാരാണ്. ഇവിടെ മെസ്സി തൂക്കി നോക്കിയെന്ന് പറഞ്ഞാൽ കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ഏതാണ്, കൂടുതൽ നല്ല ഏതാണെന്നാണ് മെസ്സി നോക്കിയത്. മെസ്സിക്ക് ഇവിടെ അവർ ഓഫർ ചെയ്ത് പറഞ്ഞാൽ ഈ എന്താണ് ഐഫോണ്, അതുപോലത്തെ കമ്പനികളുടെ ബ്രാൻഡിങ്, അതേപോലെ തന്നെ എന്താണ് പറയുക പൈസ, വലിയ രീതിയിലുള്ള എല്ലാ സംഭവം വലിയൊരു ഓഫർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ 2 ഓഫറും തൂക്കി നോക്കിയിട്ട് മെസ്സി ഏറ്റവും നല്ല ഓഫറാണ് തിരഞ്ഞെടുത്തത്. അല്ലാണ്ട് ഇവര് പറയണ പോലെ മെസ്സി ഭയങ്കര ലോയലാണ്, മെസ്സിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയുക, ക്ലബിന്റെ എന്താണ് പൈസ കണ്ടിട്ടൊന്നല്ല മെസ്സി പോകണമെന്നാണ് ഇവര് പറയണത്. പക്ഷേ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണ്. ഇപ്പോ അതിന് ഇപ്പോ അവര് പറയാണ് എന്താണ് മെസ്സി, അല്ലെങ്കിൽ ഇവര് പറയാണ് റൊണാൾഡോ ഫാൻസ് മെസ്സി ഫാൻസ് എന്നും അടിയാണല്ലോ. അപ്പൊ ഇത്തരം അതന്നെ ഇവര് ഓരോ സംഭവങ്ങൾ പറയും. പിന്നെ ഇവര് ഇവിടെ പോയി ചെയ്ത എന്താണ്, അതായത് മെസ്സി ഇവിടെ അത്ര കഷ്ടപ്പെട്ടിട്ട് റോഷൻ സൗദി ലീഗിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ലീഗിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ സംഭവം അവര് ചെയ്ത എന്താണ്, ഒരു സംഭവം ചെയ്തിട്ടില്ല. കാര്യമായിട്ട് ഒരു നേട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല മെസ്സി. മാത്രല്ല ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണ്, കഴിഞ്ഞ 10 മാച്ചിൽ ഇവര് ജയിച്ചിട്ട് പോലും ഇല്ല. ഇന്റർ മിയാമി ജയിച്ചിട്ട് പോലും ഇല്ല. എന്ത് സുവാറസ് വന്ന്, സെർജിയോ ബുസ്കറ്റ്സ് വന്ന്, ജോർദി ആൽബ വന്ന്, ഇവരൊക്കെ വന്ന് ഇവരെ തമ്മിൽ പാസ് ചെയ്യണ 4-3 ഒക്കെ എടുത്തിട്ട് വലിയ ന്യൂസ് ഒക്കെ ആക്കി. പക്ഷെ ഇവർ തോറ്റത് എന്ത് ചെയ്തിട്ടില്ല, ഇവർ പോസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് പറയാ, ഇവരൊരു വലിയ ന്യൂസ് ആക്കിയിട്ടില്ല. നേരെ തിരിച്ചു ചിന്തിച്ചോ, റൊണാൾഡോ ആണ് ഇവിടെ ഒന്നും ചെയ്യണില്ല. ഈ ഒരു ഫോട്ടോ മെസ്സിയുടെ ഈ ഫോട്ടോ മാറ്റിയിട്ട് ഇവിടെ റൊണാൾഡോ ആണെന്ന് വിചാരിച്ചോ, റൊണാൾഡോ ആണ് കഴിഞ്ഞ 10 കളി തോൽക്കണമെന്ന് വിചാരിച്ചോ. കഴിഞ്ഞ 10 കളി അടുപ്പിച്ച് റൊണാൾഡോ തോറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് പറയും, റൊണാൾഡോ ഈസ് ഫിനിഷ്ഡ്. ഈ ഒരു സംഭവം പോലും ഞാൻ സീരിയസ് ആയി പറയാം, ഈ കഴിഞ്ഞ 10 കളി എന്താണ് ഇന്റർ മിയാമി ജയിച്ചിട്ടില്ല എന്നുള്ള ഈ സത്യം എത്ര മെസ്സി ഫാൻസിന് അറിയാം, എത്ര ഫുട്ബോൾ പ്ലേയേഴ്സിന് അറിയാം, ആർക്കും അറിയില്ല. കാരണം മീഡിയ ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കണ പോലും ഇല്ല. നേരെ മറിച്ച് റൊണാൾഡോ ഒരു മാച്ച് തോറ്റാല്, 10 മാച്ച് ഒന്നും വേണ്ട, ഒരു മാച്ച് തോറ്റാല് ഇവിടെ ആൾക്കാർ വരും. ഇവിടെ എന്താണ് ഫാൻസുകാരും അതേപോലെ തന്നെ മെസ്സി ഫാൻസും ഈ 4-3 പോലത്തെ പേജുകളും BR ഫുട്ബോളും ഒക്കെ കൂടിയിട്ട് വരും. റൊണാൾഡോ ഈസ് ഫിനിഷ്ഡ് ? റൊണാൾഡോ ഈസ് ദ പ്രോബ്ലം ? തന്നെ റൊണാൾഡോനെ അടിച്ചു ഊക്കണവർക്ക്. പല പ്രമുഖ മീഡിയകളും അങ്ങനെ ട്രോൾ പേജുകളൊക്കെ റൊണാൾഡോനെ എടുത്തിട്ട് ഇതുപോലെ ട്രോളാനും മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോന്റെ നെയിം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് റീച്ച് കിട്ടും. കാരണം എല്ലാവർക്കും അറിയാം റൊണാൾഡോണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി ഈ പ്ലാനറ്റിൽ, മേ ബി ഇൻ ദ യൂണിവേഴ്സിൽ. ഒരുപാട് ഫാൻ ഫോളോയിങ്ങും ഒരുപാട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി റൊണാൾഡോ ആണ്, യങ്സ്റ്റേഴ്സിനടക്കം പല ആളുകൾക്കും. അപ്പോ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കുറച്ചിട്ട് എന്തെങ്കിലും തെറ്റായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ
അതിന് റീച്ചും വ്യൂസും കൂടും എന്ന് നല്ല ബോധമുള്ള മീഡിയ റൊണാൾഡോനെ നെയിം വെച്ചിട്ട് കളിക്കും. ആ നെയിം വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുക. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ ഒരു പുതിയ കാര്യമല്ല. അപ്പൊ ബിഗ് നെയിംസ് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ന്യൂസ്, ബിഗ് നെയിംസ് ഈക്വൽ ടു ബിഗ് ന്യൂസ്. അത് പണ്ട് മുതലേ മീഡിയ ഫോളോ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണ്. വലിയ വലിയ പേരുകളെയാണ് എല്ലാവരും ആശ്രയിക്കുക. അതായത് വലിയൊരു പേരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. എന്താണ് ഈ വ്യക്തി ന്യൂസ്, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് വേണ്ട റവന്യൂ അതുപോലെ അവർ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. എന്തായാലും ഇത്തരം ക്രിറ്റിസിസങ്ങൾ എല്ലാതും നമ്മൾ മുകളിലേക്ക് എടുക്കാതിരിക്കുക എന്നാണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യുക. നമ്മളിപ്പോൾ റൊണാൾഡോനെയും മെസ്സിയും മുമ്പ് പോലും രണ്ടുപേരും പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ വിലയിരുത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ വിമർശിക്കേണ്ട ആവശ്യം വരില്ല. കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ ആരെ വിമർശിക്കണം ആരെ വിമർശിക്കണ്ട എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ സംഭവമാണ് എന്ത്, ഈ സൗദി ലീഗിന്റെ കാലം കഴിഞ്ഞു, സൗദി ലീഗ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ജോർദാൻ ഹെൻഡേഴ്സൺ, ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്ന പോലെ ജോർദാൻ ഹെൻഡേഴ്സൺ സൗദിയിൽ നിന്ന് വിടുകയാണ്. കാരണം ജോർദാൻ ഹെൻഡേഴ്സന് സൗദി ലീഗ് മടുത്ത്. ഒരു പ്ലെയർ ഇപ്പൊ MLS കുറെ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ അറിയണില്ല. നേരെ മറിച്ച് എന്താണ് സൗദി ലീഗിൽ നിന്ന് ഒരൊറ്റ പ്ലെയർ, അല്ലെങ്കിൽ ഇപ്പൊ നെയ്മറിന് പരിക്കായതിന് പകരം വലിയൊരു പ്ലെയർ എന്താണ് സൈഡിലേക്ക് വന്ന്, അൽ ഹിലാലിലെ മറ്റേ നമ്മുടെ ഇതിന്റെ സൈഡിലേക്ക് വന്ന്, പക്ഷെ അതൊന്നും ഇവർ ഇതാക്കിയിട്ടില്ല. നേരെ മറിച്ച് ഈ ഒരു പ്ലെയർ, അതായത് എന്താ പറയാ, ഹെൻഡേഴ്സൺ എന്ന് പറഞ്ഞൊരു പ്ലെയറിന് ഈ സൗദി ലീഗ് പറ്റുന്നില്ല പോണ സമയത്ത് എല്ലാവരും പറയാം ഇത് സൗദി ലീഗിന്റെ തകർച്ചയാണോ. ഇപ്പൊ ബെൻസിമ പോകാൻ നിൽക്കണ്ടായിരുന്നു, പക്ഷെ ബെൻസിമ പിന്നെയും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവരം എന്ന് പറഞ്ഞാൽ ബെൻസിമ തുടരാൻ തന്നെ തീരുമാനിച്ചെന്നുള്ളതാണ്. അപ്പൊ ബെൻസിമ തുടർന്ന് പിന്നെയുള്ളത് പറഞ്ഞാൽ സൗദി ലീഗ് പഴയ പോലെ തന്നെയാണ്, പുതിയ പ്ലേയേഴ്സ് വന്നുകൊണ്ട് വരാനുള്ള ചാൻസും കൂടി. അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ നമ്മളെ ആര് റാക്കിറ്റിച്ച് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇവാൻ റാക്കിറ്റിച്ച് വരെ സൗദി ലീഗ് വരുന്നുണ്ട്. അപ്പൊ ഇവാൻ റാക്കിറ്റിച്ച് വരെ വരുന്ന ഒരു ലെവലിലെത്തി. ഇപ്പൊ ജോർദാൻ ഹെൻഡേഴ്സന് ഒരാൾ വന്ന്, ഇവാൻ റാക്കിറ്റിച്ച് വന്ന്, ഇപ്പൊ ആ ഒരു പ്രശ്നം തീർന്നു. അത്രേ ഉള്ളൂ. ഒരു പ്ലെയർ വന്നാൽ അതേ ടൈമിൽ വേറെ വലിയൊരു പ്ലെയർ വരും. അതിനെല്ലാത്തിനും ഇപ്പം നെയ്മറിന് പരിക്കായപ്പോ വേറെ വലിയ പ്ലെയർ വന്നു, അത്രേ ഉള്ളൂ ഇത്. പക്ഷെ ഇവര് പറഞ്ഞ സൗദി ലീഗ് തകർന്ന് ഇവര് ഇതാക്കണത്. അത് നമുക്ക് മൊത്തമായിട്ട് മെസ്സി ഫാൻസ് ആണെന്നും പറയാൻ പറ്റില്ല, അല്ലാന്നും പറയാൻ പറ്റില്ല. കാരണം റൊണാൾഡോ ഹേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പോ അത് മെസ്സി ഫാൻസ് ആവാം, അല്ലാതിരിക്കാം. അതുപോലെ മെസ്സി ഹേറ്റേഴ്സ് റൊണാൾഡോ ഫാൻസ് തന്നെ ആവണമെന്നില്ല. അതപ്പുറത്ത് വേറൊരു കാര്യം. എന്തായാലും ഈ പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ റൊണാൾഡോ ഹേറ്റേഴ്സ് ആണ്. അങ്ങനെ ഒരു ഇപ്പൊ ഒരു മെസ്സി ഫാൻ ആണെങ്കിൽ പോലും അങ്ങനെ റിയൽ ആയിട്ടൊരു മെസ്സി ഫാൻ ആണെങ്കിൽ അയാള് റൊണാൾഡോനെ കുറ്റം പറയില്ല. ഇപ്പോ മെസ്സിനെ കുറ്റം പറഞ്ഞാലും റൊണാൾഡോനെ കുറ്റം പറഞ്ഞാലും അതൊക്കെ ഫുട്ബോള് ഇപ്പോ തൊട്ടടുത്ത് വെച്ച് കണ്ട് 2020 മുതൽ കണ്ടു തുടങ്ങിയ ടീംസ് ആയിരിക്കും. കുറച്ച് മുമ്പ് ഫുട്ബോള് കാണണമെങ്കിൽ പലർക്കും അറിയാം റൊണാൾഡോ മെസ്സി എന്താണ് ഇതുവരെ ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. ഇനി എന്താ ചെയ്യാ, ഭാവിയിൽ എന്ത് നടക്കും എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തരം ഫേക്ക് ന്യൂസ് ഒക്കെ പടച്ചിറക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. കാരണം ഇതിനൊരു തൊലിക്കട്ടി വേണം. കാരണം എന്താണ് സൗദി ലീഗ് തകരാൻ പോവാണ് എന്നൊക്കെ വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുക. എന്നിട്ട് ഈ ന്യൂസ് കേൾക്കുന്ന മണ്ടന്മാര് ഇതൊന്നും അറിയാണ്ട് ഇത് സത്യം വിശ്വസിച്ചിട്ട് കമന്റ് ചെയ്യും, അതിനനുസരിച്ച് പെരുമാറും. അതൊക്കെ ഒരുപാട് ഡേഞ്ചറസ് ആയ കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് പരമാവധി കൊടുക്കാതിരിക്കുക. അതാണ് പ്രമുഖ ടോൾ പേജസ് മുതൽ ഫുട്ബോൾ പേജസും എല്ലാ പേജസും അത് ചെയ്യണം. അത് പാലിച്ചു പോകണം. ഇല്ലാണ്ട് വലിയ അപകടത്തിലേക്ക് നീങ്ങും. പിന്നെ ഇവര് പറയണ വേറൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാല്, അതായത് സൗദി ലീഗിൽ അല്ലെങ്കിൽ ഇപ്പൊ അൽ നാസർ സ്റ്റേഡിയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വെറും 16,000 കാണികൾക്ക് കളി കാണാൻ പറ്റുള്ളൂ. അതായത് അത്രയും ചെറിയ സ്റ്റേഡിയംസ് ആണ് സൗദി ലീഗിലുള്ളത്. അത് ശരി തന്നെയാണ്, മിക്ക സ്റ്റേഡിയംസും 16,000 അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റിക്ക് വരുന്നുള്ളൂ. എന്നിട്ട് ഇവർ പറയണമെന്ന് പറഞ്ഞാൽ, പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ MLS നോക്കും, അവിടെ 80,000 അല്ലെങ്കിൽ അത്രയും വലിയ വലിയ സ്റ്റേഡിയം എന്താണ് കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പരിപാടികൾ അവിടെ ഉണ്ട്. 80,000 അല്ല അത്ര കപ്പാസിറ്റി സ്റ്റേഡിയം ഉണ്ട്, പക്ഷെ അവിടെ എത്ര ആൾക്കാർ കളി കാണാൻ വരുന്നത്? കുറച്ച് ആൾക്കാരെ കളി കാണാൻ വരുന്നുള്ളൂ. നേരെ മറിച്ച് ഇവിടുത്തെ ഒരു വൈബ് ഉണ്ട്. ഇപ്പൊ MLS നമ്മൾ കളി കണ്ട ആൾക്കാർക്ക് അറിയാം. മെസ്സി ഫാൻസ് പോലും കളി കാണാത്ത സംഭവമാണ് MLS. ഇപ്പൊ MLS കളി കണ്ടവർക്ക് അറിയാം എന്ത് അത് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ആരും ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ സൗദി ലീഗ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, നല്ല അത്ര കാണികൾ 16,000 ആൾക്കാരെ ഉള്ളുവെങ്കിലും ആ ഫുള്ള് ഓഡിയൻസ് അവിടെ ഉണ്ടാവും, ഫുൾ അറ്റൻഡൻസ് ആവും. ആ ഉള്ള ആൾക്കാർ മൊത്തം ഒരു ഓളാണത്.
ഒരു എന്താ പറയുക, ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്ന ഒരു വൈബാണ് അവിടെ ഉണ്ടാവുന്നത്. അതെ, അത് ശരിയാണ്. ഇപ്പോ റൊണാൾഡോനെ സൈൻ ചെയ്ത് മുതൽ സൗദി ലീഗിന് എല്ലാം കൊണ്ടും മെച്ചങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള ഒരു വാസ്തവമാണ്. ഫാൻസ് കൂടി, ഏഷ്യയിൽ ഒന്നാമതായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ രണ്ടാമതായി ഫാൻ ബേസിന്റെ കാര്യത്തിലും വ്യൂസിന്റെ കാര്യത്തിലൊക്കെ. അത് ക്രിസ്ത്യാനോ വരലോട് കൂട്ടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ഫാൻസും ഫാൻ പേജുകളും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഇപ്പൊ ഞാൻ 2 ലീഗിലും കളി കാണാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ 10,000-80,000 കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയംസ് MLS ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അതിൽ പലയിടത്തും ആളുകളില്ല. നേരെ മറിച്ച് അവിടെ സൗദി ലീഗിൽ കളി കാണാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ഫാൻസ് വരുന്നുണ്ട്. അതിപ്പോ അൽ നാസറിന് മാത്രമല്ല, അൽ ഹിലാലിനും അതേപോലെ അൽ ഇത്തിഖാഫിനും ഒക്കെ ആളുകൾ ഫാൻസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. അവർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് വെറും എന്താണ് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി പറയാന്നല്ലാതെ ഇതിനൊന്നും ഒരു കഴമ്പുമില്ല. ഈ ഒരു സംഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാൻസ് ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. MLS പലർക്കും ഫുട്ബോൾ എന്നുള്ളൊരു സോക്കർ എന്ന് പറഞ്ഞ ടീംസാണ് അമേരിക്കയിൽ. അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചിലർക്ക് മെസ്സി ആരാന്ന് പോലും അറിയില്ല, ചിലർക്ക് റൊണാൾഡോ ആരാന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ് അമേരിക്കയിലുള്ളത്. അതൊരു വാസ്തവമാണ്. അവർ വിചാരിക്കുന്നത് ലെബ്രോൺ ജെയിംസ് പോലത്തെ ലെജൻസ് അവരാണ് അമേരിക്കൻ ലോകം എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ടീമുകളുടെ ഇടയിലാണ് ഈ MLS ലീഗ് ഉള്ളത്. അതൊന്നും അറിയിക്കണം. അമേരിക്കൻ ലോകം എന്നുള്ളത് വെറും തോന്നല. എന്നാലും ഏതൊരു ഇന്റർവ്യൂല് ഒരു സ്ത്രീ ഇങ്ങനെ പറയുണ്ടായി, മെസ്സിനെക്കാളും റൊണാൾഡോനെക്കാളും സോറി, ഈ ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യക്തി ടൈലർ സ്വിഫ്റ്റ് ആണ്. സത്യം പറയുള്ളൂ, ടൈലർ സ്വിഫ്റ്റ് ആരാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആരാന്ന്. മെസ്സി റൊണാൾഡോ ആരാന്നുള്ളത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അപ്പൊ അതിനൊന്നും ഒരു കഴമ്പില്ല. അമേരിക്കയിലുള്ള ആൾക്കാർക്ക് പൊതുവെ അമേരിക്കയാണ് എല്ലാം എന്നുള്ളൊരു ധാരണയാണ്. അവിടെയുള്ള ഒരു ലീഗും MLS. അപ്പൊ അവിടെ ഫുട്ബോളിന് അത്ര പ്രാധാന്യം ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര സ്റ്റേഡിയത്തിൽ അത്ര ആൾക്കാരേ ഉള്ളൂ, വളരെ കുറവ് ആളുകളേ ഉള്ളൂ. അല്ല, അത്ഭുതപ്പെടാനൊന്നുമില്ല. നേരെ മറിച്ച് ഇപ്പുറത്ത് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് മുമ്പത്തെ വർഷം അവിടെ വേൾഡ് കപ്പ് നടന്നാണ് ആ രാജ്യങ്ങളിൽ. അപ്പോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസും കാര്യങ്ങളും, അത് മാത്രമല്ല സ്റ്റേഡിയം സപ്പോർട്ടും മറ്റൊക്കെ ഉള്ളത് റിയാദിലുള്ള ടീമുകൾക്കാണ്, ഐ മീൻ സൗദി ലീഗിലാണ്. അതിപ്പോ റൊണാൾഡോ ടീം മാത്രമല്ല, അപ്പുറത്ത് ബെൻസിമ ടീമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്ങനെയൊക്കെ പറയുമ്പോൾ സൗദി ലീഗിന് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലേ സൗദി ലീഗിന് വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഏറ്റവും വലിയ നെഗറ്റീവ് ഉണ്ട്. എനിക്കും അതേപോലെ എന്റെ കുറെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ എന്താ പറയാ മിക്ക ആൾക്കാർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചിലവർ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ പറയാത്തതാവും. റൊണാൾഡോ ഫാൻസിന് മിക്കവാറും ഫീൽ ചെയ്തത് റൊണാൾഡോ ഫാൻസ് ആണല്ലോ സൗദി ലീഗ് കളി കാണലുള്ളത്. ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരെ ഈ സ്ട്രീമിങ്ങിലുള്ള പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഈ കാണിക്കണ പോലെ ഇവരെ ഈ ഒരു സ്ട്രീമിങ്, അതായത് നമ്മളിപ്പോ കളി കാണുന്നത് ഇപ്പൊ ജിയോ സിനിമയിലും ഇതിലൊന്നും അല്ലല്ലോ. നമ്മൾ മിക്കവാറും കളി കാണുന്ന പറഞ്ഞാൽ എന്താണ് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ എന്താണ് പറയുക ഈ പൈററ്റ് ആയിട്ടുള്ള എന്താണ് അറബി വെബ്സൈറ്റുകളിലോ മിക്കവാറും നമ്മൾ കളി കാണുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും സോണി ലൈവിൽ കാണുന്നുണ്ടാവും. പക്ഷെ എങ്ങനെ കണ്ടാലും ഈ ഒരു ക്വാളിറ്റി ഇവർക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ് പറയുക ഗ്രൗണ്ടിൽ ആകെ ഒരു പുകപടലും പിന്നെ എന്താണ് കളിയൊന്നും കാണാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു അത്രയും ലോ സ്റ്റാൻഡേർഡ്. ഇപ്പൊ നമ്മൾ പ്രീമിയർ ലീഗിലത്തെ ഒരു മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മീഡിയ അവർക്കുണ്ട്. പക്ഷെ നേരെ സൗദി ലീഗിൽ അങ്ങനല്ല. സൗദി ലീഗിൽ ഇവർക്ക് ഇത്ര പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും, പക്ഷെ ഇവർ ഇതിലൊന്നും പൈസ ഇൻവെസ്റ്റ് ചെയ്യണില്ല. ഒരു ആ പ്ലേയേഴ്സിനെ കൊണ്ടുവരാനും മെസ്സിക്ക് 1000 കോടി 10,000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ആൾക്കാരെ വിളിച്ചുകൊണ്ടുവരാനൊക്കെ പൈസ ചെലവാക്കുന്നത്. നേരെ മറിച്ച് ഇതുപോലത്തെ എന്താ പറയാ മീഡിയ അല്ലെങ്കിൽ അതുപോലത്തെ എന്താണ് പറയുക ബ്രോഡ്കാസ്റ്റിങ്ങിനൊന്നും ഒരു പൈസ ചെലവാക്കണില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ് ഈ ഒരു സൗദി ലീഗിന്. കാരണം കളി കാണേണ്ടി പറഞ്ഞാൽ ഒന്നാമത് ഈ സൗദി ലീഗിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണാനായിട്ട് എത്രയോ ഇരട്ടി കളി കാണുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റിംഗ് വഴി അല്ലെങ്കിൽ നമ്മൾ ഈ ടിവിയിലും മൊബൈലിലും എന്താണ് വെബ്സൈറ്റിലും കയറിയിട്ടൊക്കെയാണ്. അപ്പൊ അങ്ങനെ കളി കാണുന്ന സമയത്ത് ഇതുപോലത്തെ ലോ ക്വാളിറ്റി വീഡിയോ നമ്മൾ കാണുന്നത് വെച്ചാൽ, കാരണം നമുക്ക് റൊണാൾഡോനെ കണ്ടത് പറഞ്ഞാൽ HD ആയിട്ടാണ്. കാരണം അത്രയും കാലം നമ്മൾ പ്രീമിയർ ലീഗിൽ റൊണാൾഡോനെ നമ്മൾ കണ്ടിരുന്നത് പറഞ്ഞാൽ അത്രയും ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് റോഷൻ സൗദിയിലേക്ക് വന്നപ്പോൾ ഒരുമാതിരി ഇരുണ്ട പോലെയായി. ഇരുണ്ട പോലെ എന്താണ് ഗ്രാസും ഇതൊക്കെ ഒരുമാതിരി ഒരു എന്താ പറയാ കാണുമ്പോൾ തന്നെ ഒരു ഫീൽ ഇല്ലാത്ത പോലെ ഒരു ഇരുണ്ട മാതിരി ഉണ്ടായിരുന്നു. അത് ഞാൻ 100% യോജിക്കുന്നു. കാരണം എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോ MLS കളി കാണലുണ്ട്, അതേപോലെ എന്താണ് സൗദി ലീഗും കാണലുണ്ട്. അപ്പൊ ഈ സൗദി ലീഗിന് ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനൽ ടെലികാസ്റ്റിംഗ്
ലീഗുകളിലെ ഏറ്റവും ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ചാനൽ വെബ്സൈറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. അത് അവർ ചെയ്യണം. അത് ശരിയായിട്ട് ചെയ്യുന്നില്ല. അത് കാണികളെ കുറക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കുക, കൂട്ടില്ല. കാരണം നല്ലൊരു എന്താണ് ചാനലാണെങ്കിലും HD ക്ലാരിറ്റിയിൽ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുള്ളൂ പലപ്പോഴും കളി കാണുമ്പോൾ. മറ്റ് ലീഗുകൾ നോക്കുമ്പോൾ നല്ല ബെറ്റർ ആണ്. ലാ ലീഗ് ആയാലും പ്രീമിയർ ലീഗ് ആയാലും സീരിയ ആയാലും ഒക്കെ ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് കളി കാണാൻ കഴിയും. അപ്പോൾ അത് സൗദിയുടെ വലിയൊരു ഡ്രോബാക്ക് ആണ്. അത് എന്തായാലും ഞാൻ ആസ് എ ഫുട്ബോൾ ഫാൻ അംഗീകരിക്കുന്നു.